ഗായ്സ്, അങ്ങനെ ഇതാ ഞാൻ തുളസിമാലയും തൃക്കൈ വെണ്ണയും കൊണ്ട് ഇതാ അകത്ത് കയറിയിട്ടുണ്ട്. അകത്ത് ഇതാ കളിപ്പാട്ടക്കട, അങ്ങനെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഉത്സവമായിട്ട് പിന്നെ ഒരുപാട് സ്റ്റാളുണ്ട്. അങ്ങനെ എനിക്കിവിടെ എല്ലാം തന്നെ പരിചിതമാണെങ്കിൽ ഉത്സവമാകുമ്പോൾ പിന്നെ വേറൊരു വൈബ് തന്നെയാണല്ലോ. അങ്ങനെ ഇതാ ഞാൻ അകത്തോട്ട് കയറി. ഒരുപാട് ലൈറ്റുകൾ എല്ലാം ഉണ്ട്. പിന്നെ സൈഡിൽ കുഞ്ഞു കുഞ്ഞു ലൈറ്റൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എതിർവശത്ത് നല്ല സ്റ്റോള്, പൂ സ്റ്റാളുകൾ അങ്ങനെയുണ്ട്. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ ശ്രീകൃഷ്ണൻ്റെ ലൈറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അകത്ത് കയറുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. എല്ലായിടവും നല്ലൊരു ഉത്സവ പ്രതീതി എന്ന് തന്നെ പറയാം. അങ്ങനെ കഴിച്ച് ഞാൻ ഇതാ തൊഴുതിട്ടിറങ്ങി. പുറത്തുള്ള കാഴ്ച ഇതാണ്. സന്ധ്യയ്ക്ക് പോയതുകൊണ്ട് ലൈറ്റിൻ്റെ ആ ഭംഗിയൊന്നും അത്ര കാണാൻ കഴിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഉത്സവം എന്ന് പറയുമ്പം കാണാൻ വേണ്ടിയാണ്. ഇതെന്തോ സാധനതിയ ഇവിടെ ലൈറ്റ് ഉണ്ട്, അതെന്തോന്നു? അങ്ങോട്ട് നോക്കുക, അത് അങ്ങോട്ട്. ബട്ടർഫ്ലൈ. അപ്പോൾ പുറത്തുള്ള കാഴ്ച ഇതാണ്. അങ്ങനെ അതിയ വീണ്ടും കുറച്ച് ഇരുട്ടുള്ള ഭാഗമുണ്ട്. വെറൈറ്റി ആയിട്ടുള്ളൊരു കാഴ്ച. നമുക്ക് തന്നെ വിളക്ക് വെക്കാൻ പറ്റും. അത് ഒരു 10 ഒരാൾ കൊടുത്ത് വെച്ചു. എല്ലായിടും തിരിയിട്ടു അങ്ങോട്ട് റിസോർട്ട് ചെയ്യാൻ പറ്റി. അത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ചുറ്റും നല്ല വിളക്ക് വയ്ക്കാം. നല്ല ഭംഗിയുണ്ട്. ചുറ്റും നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാവരും കൂടെ ചെയ്തപ്പോഴ ആ ഒരു വെറൈറ്റി ആയിട്ട് ഉത്സവ പ്രതീതി തന്നെ കിട്ടിയിട്ടുള്ള കാഴ്ച ഇതാണ്. സൈഡിൽ നോക്കിയാണ് ഓരോന്നില്ല. പിന്നെ അങ്ങനെ ഇതാ ഒരിടം കണ്ടുപിടിച്ചു. ഞാൻ പിന്നെ ഉപ്പുള്ളിടത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആളുകൾക്ക് തന്നെ ഇത് വെക്കാമെന്നുള്ളതാണ് പ്രത്യേകത. നമ്മളെങ്ങനെ മുകളിലോട്ടൊക്കെ ഞാൻ വിളക്ക് വെച്ച കൾച്ചറുകൾ ചെയ്താൽ നോക്കില്ല നമ്മളെപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിലൊന്നാണ് ഈ കോവിലുകളും ആഘോഷങ്ങളും എല്ലാം. പ്രത്യേകിച്ച് ഉത്സവ സമയത്ത് അങ്ങനെ വീണ്ടും വെക്കുന്നുണ്ട്. എല്ലാം കൂടെ എല്ലാവരും കൂടെ പെട്ടെന്ന് തപ്പിക്കാൻ പറ്റി എന്നുള്ളൊരു വിഷമമാണ്. പക്ഷെ നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇത് ഒരു ക്ഷേത്രങ്ങളിലും ഞാൻ കണ്ടിട്ടില്ല. അത് വളരെ ഭക്തിയോടുകൂടെ ചെയ്യാൻ. പിന്നെ ഞങ്ങൾ ചുറ്റും നോക്കുന്നുണ്ട്. എല്ലാവരും കൂടെയൊക്കെ പെട്ടെന്ന് വെച്ച് 4 സൈഡും ചുറ്റമ്പലത്തിന് 4 സൈഡും 1000 വിളക്കുകളുണ്ടെന്നാണ് പറയുന്നത്. ചെയ്തതാ ഞാനും വെക്കുന്നുണ്ട്. പിന്നെ തീയത തപ്പി നടക്കണം. നമുക്ക് വെക്കണം എന്നുള്ളതാണ്. ഇതാണ് ഗൈസ് ഫുൾ വ്യൂ എന്ന് പറയുന്നത്. നല്ല കുറച്ചുകൂടെയൊക്കെ ഇരുട്ടാകുമ്പോൾ ഭംഗിയായിരിക്കും. ഇത് ഏകദേശം സന്ധ്യ കഴിയുന്ന സമയം. എല്ലാം നല്ല കാഴ്ചകളുണ്ട്. ചുറ്റൂടെ അങ്ങനെ നമ്മളെല്ലാം നോക്കുന്നുണ്ട്. എല്ലാം വെച്ച് വിളക്കുകൾ ഇങ്ങനെ അതാ എല്ലാ സൈഡും നോക്കിയും ഇതാണ് കാഴ്ച. നല്ല ഭംഗിയാണ്. കൃഷ്ണകോവിലെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഈ അമ്മച്ചി പ്ലാവാണ്. ഈ പ്ലാവിൻ്റെ അകത്താണ് രാജാവ് വേലുത്തമ്പി ഇരുന്നെന്നുള്ളതാണ് ഐതിഹ്യം. ഈ കോവിലിന് പ്രത്യേകത ഉളവാക്കുന്നത് ഈ അമ്മച്ചി പ്ലാവാണ്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോഴും ഓൾമോസ്റ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. ഫുള്ളായി ആളെല്ലാം എല്ലാവരും കൂടെ ചേർന്ന് വെച്ച് സംഗീത കച്ചേരിയാണ് ഗൈസ്. കുറച്ച് ആളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ടും കൂടെ കേൾക്കുമ്പോൾ ആളുകളെ ഒരു പീസ്ഫുൾ മൂഡിലോട്ട് നമ്മൾ പോകാൻ. പിന്നെ സൈഡിലൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് ലൈറ്റുകളെല്ലാം. അതെല്ലാം പിന്നെ ഞങ്ങൾ പോയി നോക്കി പുറത്തോട്ട് ഇറങ്ങിയാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ലൈറ്റും എല്ലാ ലൈറ്റും കൂടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല തിരക്ക് തന്നെ ഉണ്ട്. ഉത്സവമാണ്. പിന്നെ സൈഡിൽ പിന്നെ എന്നെ കൂടുതൽ ശ്രദ്ധ വരുന്നത് നെറ്റിപ്പട്ടമാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട്. ചെറിയ നെറ്റിപ്പട്ടങ്ങൾ കടകളിൽ കാണാൻ
പിന്നെ സൈഡിൽ ദിയയുടെ മെയിൻ സ്ഥലമായ കളിപ്പാട്ട കടയാണ്. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ശ്രീകൃഷ്ണൻ. ഗായ്സ്, അങ്ങനെ ഇതാ മഹാഭാരത യുദ്ധമാണ് ഇതാ കാണുന്നത്. അർജുനന്റെ തേരാലി ശ്രീകൃഷ്ണ, അത് ലൈറ്റൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കൃഷ്ണനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരാളുടെ സമർപ്പണമാണ്. വളരെ മനോഹരമായ ഒരു ഇത് തന്നെയാണ് ഗായ്സ്. പുറത്തുള്ള കാഴ്ച ഇതാണ്. ലൈറ്റ് ഇങ്ങനെ മാറി വരുന്നത് നല്ല വേറെ ഒരു അനുഭൂതിയാണ്. ഇതാണ് ഗായ്സ് ലൈറ്റ് ഇല്ലാത്ത ആ കൃഷ്ണൻ. നല്ല ജീവൻ ഉളവാക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു ശ്രീകൃഷ്ണനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഉത്സവത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ദിയ നിൽക്കുന്നുണ്ട്, കൃഷ്ണസ്വാമി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ക്ഷേത്രത്തോട് ചേർന്ന് ശിവക്ഷേത്രമുണ്ട്. അവിടെ ശിവൻ്റെ ആ ലൈറ്റും എല്ലാം കൂടെ നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ദിയ ഇതാ പോസിങ്ങിലോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ പോസൊക്കെ ചെയ്യുന്നുണ്ട് ഈ തിരക്കിൻ്റെ ഇടയിൽ. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി ഗൈസ്. അങ്ങനെ പുറത്തുനിന്ന് വീഡിയോ